Hi guys, so welcome back to another face-to-face video. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് മീ ഓർ ദ പേഴ്സൺ ബിഹൈൻഡ് ക്രാഫ്റ്റ് ടെയിൽ. ഹായ്, ഐ ആം ബഹിയ ആൻഡ് ഐ എം ഫ്രം ട്രിവാൻഡ്രം, കേരള. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിയാസ് ക്രാഫ്റ്റ് ടെയിലിൽ അല്ലെ ബ്രാൻഡ് ബിയ ആരാന്ന്. അത് ഞാൻ തന്നെയാണ്. ബഹിയ എന്ന് പറയുന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിമാണ്, ബട്ട് ബിയ ആൻഡ് ബയ്യ എനിക്ക് നിക് നെയിമാണ്. ഇൻ ടു മൈ പ്രൊഫഷൻ ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അറൗണ്ട് ഒരു 2 years ഞാൻ ചെന്നൈയിലെ ഒരു MNCയിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു മെറ്റേണിറ്റി ബ്രേക്ക് എടുത്തു. ഞാൻ 2020 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രാഫ്റ്റ് ടെയിൽ ബ്രാൻഡ്. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ വർക്കിലായിരുന്നപ്പോൾ ബ്രേക്ക് എടുത്തു. ആൻഡ് എൻ്റെ വർക്കിൽ പ്രൊഫഷണലിൽ ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ ക്രാഫ്റ്റ് ടെയിലിൽ വീണ്ടും ഞാൻ തിരിച്ച് കണ്ടിന്യൂ ചെയ്യുവാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇത്രയും പഠിച്ചു, ഇത്രയും വലിയൊരു ജോലിയൊക്കെ ഉണ്ടായിട്ട് അത് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു ബിസിനസ്, ഒരു ചെറിയ സ്മോൾ ബിസിനസ് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാനാണോ പ്ലാൻ? അതൊരു റോങ് ഡിസിഷൻ അല്ലേ? പക്ഷേ ഞാൻ ആക്ച്വലി ഒരു 1 year ബ്രേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഡ്യൂ ടു സം റീസൺസ് അത് എക്സ്റ്റെൻഡ് ആയി. ഞാനൊരു 2025 ജൂലൈ ഒക്കെ ആയപ്പോൾ കരുതി ഓക്കെ എന്തായാലും ബ്രേക്കാണ്, കുറച്ചും കൂടെ ഒന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് ക്രാഫ്റ്റ് ടെയിലിനെ കൊണ്ടുവന്ന് കരുതിയിട്ടാണ് സ്റ്റുഡിയോ പോലെയൊക്കെ ചെയ്ത് ഒരു വർക്ക് സ്പേസ് ഒക്കെ കണ്ടെത്തിയത്. ബ്രേക്ക് എടുത്തതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു എന്നൊക്കെ, ബട്ട് സ്റ്റിൽ എനിക്കതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ബ്രാൻഡിന് ഒരു കംബാക്ക് കൊണ്ടുവരാൻ പറ്റി, കുറച്ചധികം പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി, കുറച്ച് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പഠിച്ചു. എന്നെ ശരിക്കും ഭയങ്കര ആൾക്കാരുമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വീക്കെന്നല്ല, ഐ എം സീറോ ഓൺ ദാറ്റ്, ബട്ട് ഐ എം ട്രൈങ് ടു ഇംപ്രൂവ്. ബിക്കോസ് ഇങ്ങനെ ഓർഡേഴ്സൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓരോ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അതൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഈ ബ്രേക്ക് എനിക്കൊരു യൂസ്ലെസ് ആയിട്ട് തോന്നുന്നില്ല. ഐ എം യൂസിങ് ദാറ്റ് എഫക്റ്റീവ്ലി. കാര്യങ്ങൾ പഠിക്കുവാണ്, വെറുതെ വീട്ടിൽ ഇരുന്ന് ഫോണ് കുത്തുവാണെന്ന് കരുതില്ലേ. ഓക്കെ, ഫോൺ കുത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്ക് ഓൺലൈൻ ബിസിനസ് ആണല്ലോ. അപ്പോൾ എന്നോട് എപ്പോഴും പറയുന്ന എല്ലാവരും കാണിച്ചു എപ്പോഴും ഫോണിൽ കുത്തിയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിൽ കുത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഫോണിലാണ്. സോ എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് ഓൺലൈനിൽ മെസ്സേജ് ചെയ്യണം, പിന്നെ എൻ്റെ വർക്കിന് വേണ്ടിയിട്ട് റെഫറൻസ് നോക്കുന്നതും, എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും, എൻ്റെ പേജിൽ ഫോട്ടോസ് എടുക്കുന്നതും, ഫോട്ടോഗ്രാഫി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും, അങ്ങനെ ഫുൾ ടൈം ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ വെറുതെ ആരുടെയെങ്കിലും വ്ളോഗ് കണ്ട് ഞാൻ കാണാറൊക്കെ ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. എല്ലാ കാര്യങ്ങളും ആൾക്കാർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മറുപടി കൊടുക്കണമെന്നില്ല. സോ ചില കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നുള്ള മൈൻഡാണെങ്കിൽ, അപ്പോൾ എനിക്ക് അവർ ചോദിക്കുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മൂഡില്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഇഗ്നോർ വിത്ത് ഇറ്റ്. ഓക്കെ, ശരി, ആ സ്മൈൽ. ബട്ട് ചില കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ തോന്നിയാൽ ഞാൻ അപ്പം റിപ്ലൈ കൊടുക്കും.